ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ പഠിക്കാനായിട്ട് പോകുന്നത് വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് വേർ എ വർക്ക് ഈസ് ഡൺ. ഐഡന്റിഫൈ ദ സിറ്റുവേഷൻ വേർ വർക്ക് ഈസ് നോട്ട് ഡൺ. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്നത് കുറച്ച് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സിറ്റുവേഷൻ ആണ് വർക്ക് ഡൺ, ഏതൊക്കെയാണ് വർക്ക് ഈസ് നോട്ട് ഡൺ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതണം. അപ്പോൾ അതിനു മുൻപ് നമുക്ക് വർക്ക് ഡൺ എന്താണ് എന്നുള്ളത് അറിയണം. ഓക്കെ, ഒരു വർക്ക് നടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോഴോ, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു, ആ സമയത്ത് ആ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. അതായത് അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ അവിടെ നമുക്ക് പറയാം വർക്ക് ഡൺ എന്ന് പറയാം. അപ്പം ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ വർക്ക് ഡൺ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഗുഡ്സിനെയൊക്കെ ഫോഴ്സ് ഉപയോഗിച്ച് തള്ളി ലോറിയിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ തള്ളുന്ന സമയത്ത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു വർക്ക് ഡണ്ണിന്റെ സിറ്റുവേഷൻ ആണ്, എക്സാമ്പിൾ ആണ്. രണ്ടാമത്തത് ട്രോളി ബീയിങ് പുഷ്ഡ്. അപ്പോൾ ട്രോളി നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രോളി ഡിസ്പ്ലേസ് ആവുന്നുണ്ട് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക്. ഇനി ഇതിൽ വർക്ക് ഡൺ ഇല്ലാത്തത് ഏത് രണ്ട് സിറ്റുവേഷൻ ആണ്? ഒന്ന്, ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്. അപ്പം നമ്മൾ വലിയൊരു റോക്ക് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പുഷ് കൊടുക്കുമ്പോൾ ഫോഴ്സ് നമ്മൾ റോക്കിലേക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല, ആ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. രണ്ടാമത്തെ കേസിൽ എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഇവിടെ ആ ലോഡിൽ നിന്ന്, ആ ലോഡിന്റെ വെയിറ്റിൽ നിന്ന് ഒരു ഡൗൺവേർഡ് ഫോഴ്സും തരുന്നുണ്ട്, അതുപോലെ ആ മാൻ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ മാനിന് മൂവ്മെന്റ് ഒന്നും തന്നെ നടക്കുന്നില്ല. സോ അവിടെ വർക്ക് ഡൺ 0 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ, വർക്ക് ഈസ് നോട്ട് ഡൺ കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: ഹൗ ഈസ് ദ വർക്ക് ഡൺ മെഷേർഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം ലിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ആ ഒരു ആക്ഷൻ നടക്കുന്നത്. നമുക്കറിയാലോ, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാ ഒബ്ജക്ട്സിനെയും താഴത്തേക്ക് പുൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫിസിക്സിൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക്. അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു എന്നാണ്. പക്ഷേ ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കണം. അപ്പം നമുക്ക് എഴുതാം ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് എന്ന് എഴുതാം. അപ്പോൾ വെയിറ്റ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൂടി നടക്കുന്നുണ്ട്, അതായത് ആ ലിഫ്റ്റ് ചെയ്യുന്ന ഹൈറ്റ് അതുകൂടി വരുന്നുണ്ട്. സോ നമുക്ക് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെ mgh ജൂൾസ് എന്ന് എഴുതാം. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg. അപ്പം എഫ് ഈക്വൽ ടു mg. ഇനി ഡിസ്പ്ലേസ്മെന്റ് എസ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ചെയ്യുകയാണല്ലോ, അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ഹൈറ്റിനെയാണ് ഇവിടെ പറയുന്നത്. സോ ഹൈറ്റ് h. അപ്പോൾ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഫോഴ്സ് എന്താണ്? mg ആണ്, ഡിസ്പ്ലേസ്മെന്റ് h ആണ്. അപ്പം നമുക്ക് കിട്ടി mgh ജൂൾസ് എന്ന്. അപ്പം ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Question: Calculate the quantity of work required to lift an object of mass 100 gram to a height 1 meter. G equal to 10 meter per second square. അതായത്
ഒരു മീറ്റർ ഹൈറ്റിലേക്ക് 100 ഗ്രാം മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എന്താണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താണ് പറയേണ്ടത്. ഇവിടെ ജീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അതിവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഗിവൺ ഡാറ്റാസ് എല്ലാം എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ മാസ് 100 ഗ്രാം. അപ്പോൾ ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 0.1 kg. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g 10 മീറ്റർ പെർ സെക്കൻഡ്, ഹൈറ്റ് 1 മീറ്റർ. ഇനി വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണിത്. ഓക്കെ, ഇതൊരു അപ്വേർഡ് ലിഫ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഇത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണ്. സോ W ഈക്വൽ ടു mgh എന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ mgh വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഡൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ജൂൾ എന്നാണ്. Question: A barrel of mass 50 kg is to be loaded onto a lorry. The platform of the lorry is at a height of 2 meter from the ground level. G equal to 10 meter per second square. അതായത് ഒരു 50 കിലോ മാസ് ഉള്ള ഒരു ബാരൽ ലോറിയിലേക്ക് ലോഡ് ചെയ്ത് കയറ്റണം. ആ ഒരു ലോറിൻ്റെ പ്ലാറ്റ്ഫോമും ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാ ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ജീൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. സോ ഇവിടെ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്ന W ഈക്വൽ ടു mgh എന്ന് പറയുന്ന ഫോർമുലയിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി 1000 ജൂൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇഫ് ഇറ്റ് ഈസ് റോൾഡ് ടു എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ യൂസിങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 മീറ്റർ. അതായത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇതുപോലെ നമ്മളൊരു പ്ലെയിൻ സാധനം ഇവിടെ വെച്ചു, ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ട് വെച്ചു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ തന്നെയാണ്. പക്ഷേ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം, ഇത് 5 മീറ്റർ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ചിട്ട് ബാരൽസിനെല്ലാം റോൾ ചെയ്ത് ഈ ലോറിയിലേക്ക് ലോഡ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴെന്തായിരിക്കും വർക്ക് ഡൺ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആ ഒരു വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു W ഈക്വൽ ടു mgh. അപ്പം ആ ഹൈറ്റിന് വ്യത്യാസം വരുമ്പോഴേ ഇവിടെ വർക്ക് ഡണ്ണിനും വ്യത്യാസം വരുള്ളൂ. അല്ലാതെ ഏത് പാത്ത് എടുത്തു എന്നുള്ളതിലും വർക്ക് ഡണ്ണുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ അതായത് ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഹൈറ്റ് 2 മീറ്റർ ആണ്. ഇവിടുത്തെ ഈ ലെങ്ത് ആണ് 5 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ ഹൈറ്റും ചേഞ്ച് ആവുന്നില്ല, രണ്ടും 2 മീറ്റർ തന്നെയാണ്. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് ചേഞ്ച് ആവാത്തത് കൊണ്ട് അവിടെ വർക്ക് ഡണ്ണിനും ചേഞ്ചസ് ഒന്നും വരില്ല. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 1000 ജൂൾ തന്നെയായിരിക്കും ഇവിടെയും വരുന്ന വർക്ക് ഡൺ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് പാത്ത് ഓഫ് മോഷൻ, യെസ് ഓർ നോ? അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത്, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പാത്ത് ഓഫ് മോഷനായിട്ട് എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസീസ് ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അതായത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ഹൈറ്റ് ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ഏത് പാത്ത് സ്വീകരിച്ചു എന്നുള്ളതിൽ വർക്ക് ഡൺ എന്ന് പറയുന്നതിലും യാതൊരുവിധ ബന്ധവും ഇല്ല. നമുക്കറിയാലോ വർക്ക് ഡൺ W എന്ന് പറയുന്നത് mgh ആണ്. അപ്പം ഇവിടെ ഈ വെർട്ടിക്കൽ ഹൈറ്റിൻ്റെ മാറ്റം വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ Wൻ്റെ മാറ്റവും വരുന്നുണ്ടാവുക. അപ്പം അത് ഏതൊരു പാത്തിൽ ഒരു വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്താലും അതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ആ ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്താലും ഇവിടെ വർക്ക് ഡണ്ണിന് യാതൊരുവിധ മാറ്റവും വരുന്നില്ല. മാറ്റം വരുന്നത് ഈ ഹൈറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴാണ് ഇവിടെ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്കും മാറ്റം വരുന്നത്. അല്ലാതെ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെയിം ആണ് ഏത് പാത്ത് എടുത്താലും. Question: Write down whether work is positive or negative in each of the following situations. അപ്പം നമുക്കിവിടെ കുറച്ച് സിറ്റുവേഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സിറ്റുവേഷനിൽ നിന്ന് പോസിറ്റീവ് വർക്ക് ഡണ്ണും അതുപോലെ തന്നെ നെഗറ്റീവ് വർക്ക് ഡൺ ഏതൊക്കെയാണ്
എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ത്രോൺ അപ്പ്. അതായത് മുകളിലേക്ക് നമ്മൾ സ്റ്റോണിനെ ത്രോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ മുകളിലേക്ക് നമ്മൾ ഒരു സ്റ്റോൺ എറിയുന്ന സമയത്ത് ഇവിടെ വർക്ക് ബൈ ഗ്രാവിറ്റി, അതായത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് താഴത്തേക്കാണ്. നമുക്കറിയാലോ ഗ്രാവിറ്റി പുൾസ് ദി ഒബ്ജക്ട്സ് ഡൗൺവേർഡ്സ്. അപ്പം ഇവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ്സിലേക്കാണ്, നമ്മൾ എറിയുന്നത് മുകളിലേക്കാണല്ലോ. അപ്പം ഡിസ്പ്ലേസ്മെന്റ് നടന്നിരിക്കുന്നത് പക്ഷേ അപ്വേർഡ് ഡയറക്ഷനിലേക്കുമാണ്. അപ്പോൾ രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഒന്ന് ഡൗൺവേർഡും മറ്റൊന്ന് അപ്വേർഡ് ഡയറക്ഷനിലേക്കുമാണ്. നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് നടന്നാലാണ് അതൊരു പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡും ഡിസ്പ്ലേസ്മെന്റ് നടന്നിരിക്കുന്നത് അപ്വേർഡുമാണ്. അപ്പം ഇവിടെ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് അല്ല ഡിസ്പ്ലേസ്മെന്റ് നടന്നിരിക്കുന്നത്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജക്റ്റ് ബൈ എ ക്രെയിൻ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ്. അതായത് ഒരു ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ക്രെയിൻ ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഫോഴ്സ് ആണ്, അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോകുന്ന അപ്വേർഡ് ഫോഴ്സ് ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതും മുകളിലേക്കാണ്. ഒരു സാധനത്തിന് ലിഫ്റ്റ് ചെയ്ത് വെക്കുകയാണല്ലോ. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റും അപ്വേർഡ് ആണ്, ക്രെയിൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അപ്വേർഡ് ആണ്. അപ്പം ഇവിടെ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റും വന്നിരിക്കുന്നത്. സോ വർക്ക് ഡൺ നമുക്ക് പോസിറ്റീവ് എന്ന് പറയാം. ഇനി അടുത്തൊരു സിറ്റുവേഷൻ, വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ എ കോക്കനട്ട് ഫോൾസ് ഡൗൺ. അതായത് ഒരു കോക്കനട്ട് താഴത്തേക്ക് വീഴുന്ന സമയത്ത് എന്താണ് വർക്ക് ഡൺ? അപ്പോൾ ഗ്രാവിറ്റി നമുക്കറിയാം താഴത്തേക്കാണ്, ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ കോക്കനട്ട് താഴത്തേക്കാണ് വീഴുന്നത്. അപ്പോൾ കോക്കനട്ട് താഴത്തേക്ക് വീഴുന്നു, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതും താഴത്തേക്കാണ്. സോ ഇവിടെ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വർക്ക് ഡൺ പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഡൺ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: How is the work done measured? What is meant by 1 joule of work? അതായത് വർക്ക് ഡൺ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? 1 joule of work എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്കറിയാലോ വർക്ക് എന്ന് പറയുന്നത് നടക്കുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വർക്ക് ഡൺ സംഭവിക്കുന്നത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് തന്നെ ഡിസ്പ്ലേസ്മെന്റും സംഭവിക്കുമ്പോഴാണ് അവിടെ വർക്ക് ഡൺ എന്ന് നമ്മൾ പറയുന്നത്. വർക്ക് ഡൺ മെഷർ ചെയ്യാനായിട്ട് നമ്മളുടെ ഉള്ള ഫോർമുല എന്ന് പറയുന്നത് W=F×S എന്നാണ്. അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്ലൈഡ് ഫോഴ്സ് ആണ് ഇവിടെ. F എന്ന് പറയുന്നത് ന്യൂട്ടൺ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് S, ദാറ്റ് ഈസ് ഇൻ മീറ്റർ. അപ്പം ഇതാണ് വർക്ക് ഡണിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ F×S എന്ന് പറഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യനുകളിൽ നമ്മൾ MGH എന്ന് കണ്ടു. അതായത് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് പല രീതിയിലും സംഭവിക്കാം. അതായത് നമുക്കിപ്പം ഒരു ഒബ്ജക്റ്റിന് മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് ആ അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് തന്നെ ഡിസ്പ്ലേസും ആവുകയും ചെയ്തു. വേറെയും സിറ്റുവേഷൻസ് ഉണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അത് വെർട്ടിക്കലി ആവാം, ഹൊറിസോണ്ടലി ആവാം, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ വഴി ആവാം ആ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോ ഫോർമുലാസും യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് MGH എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഹൈറ്റ് എന്നായിട്ടാണ് എടുത്തത്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് തന്നെ ഡിസ്പ്ലേസ്മെന്റും സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ബേസിക് ആയിട്ടുള്ള വർക്ക് ഡണിന്റെ ഫോർമുലയാണ് ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന F×S. ഓക്കെ, ഇനി വർക്ക് ഡണിന്റെ യൂണിറ്റ്. വർക്ക് ഡണിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ
യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ജൂൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം വർക്ക് ഡൺ എന്ന് പറയുന്നത് 400 ന്യൂട്ടൺ മീറ്റർ എന്നും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. 400 ജൂൾ എന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് യൂണിറ്റ്സും ഉപയോഗിക്കാം. അപ്പോൾ SI യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ജൂൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് 1 ജൂൾ ഓഫ് വർക്ക് എന്ന് പറയുന്നത്? 1 ജൂൾ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് മേലെ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെ 1 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റും നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയാൻ പറ്റും 1 ജൂൾ ഓഫ് വർക്കാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 1 ജൂൾ ഓഫ് വർക്കിൻ്റെ ഡെഫിനിഷൻ. Question: In a supermarket, a shopper pushes a trolley to a distance of 16 meter by applying a force of 95 Newton continuously. Calculate the work done. അപ്പോൾ ഒരു ട്രോളി നമ്മൾ 95 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് 16 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമ്മളുടെ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. 16 മീറ്റർ ഡിസ്റ്റൻസ്, ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറയുന്നത് 95 ന്യൂട്ടൺ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്ക് തന്നെ ഒരു 16 മീറ്റർ ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 16 ഇൻറ്റു 95 എന്ന് പറയുമ്പോൾ 1520 ജൂളാണ് ഈ ഷോപ്പറിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. Question: What is kinetic energy? What are the factors influencing kinetic energy? Give example. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ മൂവ്മെൻറ്റ് കൊണ്ട് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഫാസ്റ്റ് മൂവിങ് ക്രിക്കറ്റ് ബോൾ. ആ ക്രിക്കറ്റ് ബോൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിലൊരു കൈനറ്റിക് എനർജി ഉണ്ട്. മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ഇല്ല. കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? 12 mv². ഇതിൽ m എന്ന് പറയുന്നത് മാസ് ആണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഇനി ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? കൈനറ്റിക് എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്ന് മാസ്, രണ്ടാമത്തത് വെലോസിറ്റി. അപ്പോൾ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻക്രീസ് ആവുമ്പോൾ അവിടെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ആകും. അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവുമ്പോൾ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ആവും. അപ്പോൾ ഡിക്രീസ് ആവുമ്പോൾ രണ്ട് കേസിലും മാസിലും വെലോസിറ്റിയും ഡിക്രീസ് ആവുമ്പോൾ കൈനറ്റിക് എനർജിയും ഡിക്രീസ് ആവും. അപ്പം ഇതാണ് ഡെഫിനിഷനും ഫാക്ടേഴ്സും അതുപോലെ തന്നെ എക്സാമ്പിളും. Question: A motorcyclist is traveling in a straight line at a speed of 10 meter per second. The combined mass of the motorcycle and the passenger is 300 kilogram. Okay, അപ്പോൾ ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മോട്ടോർ സൈക്കിളും പാസഞ്ചറും കമ്പൈൻഡ് ആയിട്ടുള്ള മാസാണ് 300 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോട്ടോർ സൈക്കിൾ ആൻഡ് ദ പാസഞ്ചർ? പാസഞ്ചറും മോട്ടോർ സൈക്കിളും കമ്പൈൻഡ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? അതാണ് ചോദ്യം. ഓക്കെ, സോ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് മാസ് 300ഉം സ്പീഡ് അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി 12 mv²ൽ എമ്മിൻ്റെയും വിൻ്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,000 ജൂൾ എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഈസ് ഡബിൾഡ്? സ്പീഡ് ഡബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ 10 മീറ്റർ ആണല്ലോ, ഡബിൾഡ് എന്ന് പറയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാവും. അപ്പോൾ പുതിയ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² എന്ന് പറയുമ്പോൾ 20 സ്ക്വയർ എന്ന് വരും. അപ്പോൾ 150 × 400 ദാറ്റ് ഈസ് 60,000 ജൂൾ എന്നാണ് വരുന്നത്. അതായത്
സ്പീഡ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ എനർജിനേക്കാളും 4 ഇരട്ടിയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ 15,000 കിട്ടി, പുതിയ വെലോസിറ്റിയിൽ നമുക്ക് കിട്ടിയത് 60,000 ജൂൾ എന്നാണ്. അപ്പം പഴയതിന് ഒറിജിനലിനേക്കാളും 4 ഇരട്ടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന കൈനറ്റിക് എനർജി. Question: An athlete throws a shot of mass 6 kg with a speed of 12 meter per second. What will be the kinetic energy of the shot? അപ്പോൾ നിങ്ങൾ ഷോട്ട് പുട്ട് ത്രോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഷോട്ട് പുട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ 6 കിലോഗ്രാം ആണ്. അപ്പം അത് ആ ഷോട്ട് പുട്ട് ത്രോ ചെയ്തിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ ഷോട്ടിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷോട്ട് പുട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട് 6 kg, വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് mv² എമ്മിൻ്റെയും വിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഷോട്ടിൻ്റെ കൈനറ്റിക് എനർജി 432 ജൂൾ എന്നാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: Define power. What is its unit? Give 2 units specifically used for measuring larger values of power. അപ്പോൾ പവർ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പവറിൻ്റെ SI യൂണിറ്റ്, അതുപോലെ തന്നെ വലിയ മെഷർമെൻറ്റ്സ്, അതായത് ലാർജർ വാല്യൂസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 യൂണിറ്റുകളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് നമ്മൾ എത്ര പെട്ടെന്ന് ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നു, അതാണ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പവർ കണക്കാക്കാനുള്ള ഫോർമുലയാണ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ പവറിൻ്റെ SI യൂണിറ്റ് തന്നിട്ടുണ്ട് വാട്ട്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് യൂണിറ്റ് ഓഫ് പവർ എത്രയാണെന്നുള്ളത് എഴുതാം. വർക്ക് ഡണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്, യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സും. അപ്പം J/S എന്ന് പറയുമ്പോൾ ജൂൾ ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാട്ടാണ്. അപ്പം ഇതാണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ലാർജർ വാല്യൂസ് ഒക്കെ മെഷർ ചെയ്യാനുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 10⁻³ അതായത് 10 ക്യൂബ് വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വാട്ട് എന്നാണ്. അതുപോലെ തന്നെ 1000 കിലോ വാട്ടാണ് 1 മെഗാവാട്ട് എന്ന് പറയുന്നത്. നമ്മൾ വെഹിക്കിൾസിലും അതുപോലെ തന്നെ മറ്റു മോട്ടോറുകളിലും പവർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോഴ്സ് പവറിലാണ്. അപ്പോൾ 746 വാട്ട് എന്ന് പറയുന്നത് 1 ഹോഴ്സ് പവറാണ്. അപ്പം ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഈ 15 കിലോ ജൂൾ വർക്ക് ഈസ് ഡൺ ഇൻ 20 സെക്കൻഡ്സ്. അപ്പം 20 സെക്കൻഡിനുള്ളിൽ 15 കിലോ ജൂൾ വർക്ക് ഡൺ ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പവർ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാം. വർക്ക് ഡൺ 15 കിലോ ജൂൾ, നമ്മൾ കിലോ ജൂളിൽ നിന്ന് അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്ത ശേഷം കിട്ടുന്നത് 15,000 ജൂൾ എന്നാണ്. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ്. അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം, അതായത് 15,000/20 എന്ന് പറയുമ്പോൾ 750 വാട്ടാണ് ഈ ഇലക്ട്രിക് അയേണിൻ്റെ പവർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്തൊക്കെയാണ് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റോർഡ് എനർജിയാണ്. ഓക്കെ, ഈ സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നതിന് മറ്റ് ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടി ഉണ്ട്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് തന്നെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് എക്സാമ്പിളാണ് വാട്ടർ ഇൻ എ ഡാം. അപ്പോൾ ഡാമിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു സർട്ടൻ ഹൈറ്റിലാണ്, ഒരു പൊസിഷനിലാണ് ഈ വെള്ളം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു വെള്ളത്തിൽ സം സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ഉണ്ട്, അതായത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ വെള്ളം ഡാം തുറന്നതിന് ശേഷം ഒഴുകി താഴെ എത്തുന്നു.
അപ്പോൾ താഴെ എത്തുമ്പോൾ ആ വെള്ളം എന്താണ് മൂവിങ് ചെയ്യാണ്. അപ്പം നമുക്കറിയാം എവറി മൂവിങ് ഒബ്ജക്റ്റ് ഹാസ് എ കൈനറ്റിക് എനർജി. അപ്പം ഈ പൊട്ടൻഷ്യൽ എനർജി മാറി അവിടെ കൺവേർട്ടായി ഒരു കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഡ്യൂ ടു പൊസിഷൻ. ഓക്കെ, ഇനി രണ്ടാമതാണ് ഡ്യൂ ടു കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോ ആൻഡ് ആരോ, നമ്മൾ ഈ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യാത്തോളം കാലം ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഈ സ്ട്രിങ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ തന്നെ ഇവിടെ മാറും. കോൺഫിഗറേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത് ഈ സ്ട്രിങ്ങിലാണ്. ഓക്കെ, അപ്പം ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോ മൂവിങ് കണ്ടീഷനിലായി. അപ്പം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് മാറിയിട്ട് ഈ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ എന്തായി കൈനറ്റിക് എനർജി ആയിട്ടത് മാറി. അപ്പം ഇതാണ് ഡ്യൂ ടു പൊസിഷൻ ആൻഡ് ഡ്യൂ ടു കോൺഫിഗറേഷൻ പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഇങ്ങനെയാണ്: എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഒരു എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ആയിട്ട് സാധിക്കില്ല. എനർജിക്ക് മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. വാട്ടർ ഇൻ എ ഡാം നമ്മൾ പഠിച്ചു. അതിൽ വാട്ടറിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, സ്റ്റോർഡ് എനർജി ഉണ്ട്. അത് താഴത്തേക്ക് ഫ്ലോ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേനും ആ പൊട്ടൻഷ്യൽ എനർജി എന്ന ഫോമിൽ നിന്ന് മാറി കൈനറ്റിക് എനർജി എന്ന മറ്റൊരു ഫോമിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും അവിടെ ഒരു പുതിയ എനർജി ഉണ്ടാവുകയോ ആ ഉണ്ടായിരുന്ന എനർജി ഡിസ്ട്രോയ് ആവുകയോ ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് ട്രാൻസ്ഫോം മാത്രമാണ് ആയത്. അപ്പോൾ ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. Question, a man lifts a suitcase weighing 100 Newton to a height of 2 meter. Calculate the work done. അപ്പോൾ ഒരാൾ 2 മീറ്റർ ഹൈറ്റിലേക്ക് ഒരു സൂട്ട് കേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ സൂട്ട് കേസ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ, ഹൈറ്റ് 2 മീറ്റർ ആണ്. അപ്പോൾ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് 100 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 200 ജൂളാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഫോർമുല യൂസ് ചെയ്യാം, mgh എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ mgh എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദ സൂട്ട് കേസ് തന്നിരിക്കുന്നത് നോക്കൂ 100 ന്യൂട്ടൺ ആണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ ഫോഴ്സ് വിച്ച് ഇസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എന്ന് പറയുന്നത്, ഈ സൂട്ട് കേസിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് എന്ന് പറയുന്നതും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റും എന്താണ്? ന്യൂട്ടൺ തന്നെയല്ലേ. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? mg ആണ്. mg എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. സോ ഇവിടെ ഫോഴ്സ് ടു ലിഫ്റ്റ് ദ സൂട്ട് കേസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഫോർമുല യൂസ് ചെയ്തത്. mgh വെച്ചിട്ടും ചെയ്യാം, അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 200 ജൂളും തന്നെയാണ്. Question, a man lifts a suitcase weighing 100 Newton to a height of 2 meter. Calculate the work done. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഹൈറ്റും അതുപോലെ തന്നെ സൂട്ട് കേസിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. സോ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഗിവൺ ഡാറ്റാസ് വെയിറ്റിൻ്റെ സൂട്ട് കേസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടനും ഹൈറ്റ് 2 മീറ്റർ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 2 200 ജൂളാണ് വർക്ക് ഡൺ നമുക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്? പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ. അപ്പോൾ എവിടെയാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ ഏതാണോ അതേ ഡയറക്ഷനിലേക്ക് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോഴാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വർക്ക് ഡൺ ബൈ എ മാൻ പുഷിങ് എ ബോക്സ് അക്രോസ് ദ ഫ്ലോർ. അപ്പോൾ ഫ്ലോറിലൂടെ ഒരാൾ ഒരു ബോക്സിനെ പുഷ് ചെയ്യാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ സംഭവിക്കുന്നത്. രണ്ടാമത്തത് വർക്ക് ഡൺ നെഗറ്റീവ് ആവുന്നത്. നെഗറ്റീവ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോഴാണ്. അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ആയിക്കഴിഞ്ഞാൽ നെഗറ്റീവ് വർക്ക് ഡൺ ആണ് അവിടെ സംഭവിക്കുന്നത്. Question: What is gravitational potential energy or potential energy due to position? Write its formula. Gravitational potential energy എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വർക്കിൽ ഒബ്ജക്റ്റ് ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഒരു ഹൈറ്റിലേക്കാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പൊസിഷൻ മാറി വരുന്നുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് കാരണം ഈ ഒബ്ജക്റ്റ് സം ഫോം ഓഫ് എനർജി അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോർഡ് ഫോം ഓഫ് എനർജീനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഒരു സർട്ടൻ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് ആ ഹൈറ്റിൻ്റെ ആ ഒരു പൊസിഷനിൽ ആ ഒബ്ജക്റ്റിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എനർജി താഴത്തേക്ക് വരുമ്പോഴാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ വേർഡ്സിൽ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉയരത്തിൽ ലിഫ്റ്റ് ചെയ്യുന്നു ഒരു ഒബ്ജക്റ്റിനെ അത്രയും എമൗണ്ട് ഓഫ് എനർജി ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇവിടെ കൂടുന്നത് എന്തുകൊണ്ടാണ്? ആ പൊസിഷൻ കാരണം കൊണ്ടാണ്. അപ്പം ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ കണക്കാക്കാനുള്ള ഫോർമുലയാണ് ഇതിൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹൈറ്റിനെയാണ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ഒരു സർട്ടൻ ഹൈറ്റിലേക്ക് പോകുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളതിനെ h എന്നെടുത്തു, ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് mgh ജൂൾ എന്ന് പറയുന്നത്. ഇതിൽ m എന്ന് പറയുന്നത് മാസ് ആണ്, ദെൻ g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് h എന്ന് പറയുന്നതാണ് ഹൈറ്റ്. Okay. Question: An object of mass 10 kg is moving with a velocity of 4 meter per second. Find its kinetic energy. Kinetic energy കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗിവൺ വാല്യൂസ് എല്ലാം എടുത്തെഴുതാം. മാസ് 10 kg, വെലോസിറ്റി 4 meter per second. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് mv² ആണ്. എമ്മും വിയിലേക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 80 ജൂൾ എന്നാണ്. Question: Describe the energy transformation in a hydroelectric power plant. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ എനർജി ട്രാൻസ്ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് നോക്കാം. അതായത് ഡാമിലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സർട്ടൻ ഹൈറ്റിലാണ് ഈ വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു ഇറ്റ്സ് ഹൈറ്റ് നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഒരു സ്റ്റോർഡ് ഫോം എനർജി ഉണ്ട്. ഇനി ആ വെള്ളം ഒഴുകി താഴത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മൂവിങ് ഒബ്ജക്ട്സിനും എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? കൈനറ്റിക് എനർജി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടായി. ഇനി ഈ വാട്ടർ എന്ന് പറയുന്നത് അവിടെയുള്ള ടർബൈനുകളിനെ ടേൺ ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മെക്കാനിക്കൽ എനർജി ആയിട്ട് ഈ കൈനറ്റിക് എനർജി മാറും. പിന്നീട് ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അതായത് ടർബൈൻസ് റൊട്ടേറ്റ് ആവും. അപ്പോൾ ഈ ജനറേറ്റർ എന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ എനർജി ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നത്. Question: A boy does 120 joule of work in 6 seconds. What is his power? അപ്പോൾ ഒരു കുട്ടിയുടെ വർക്ക് ഡൺ തന്നിട്ടുണ്ട് 120 ജൂൾ, അതും 6 സെക്കൻഡ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പവർ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് 120 ജൂൾ, ടൈം ടേക്കൺ എന്ന് പറയുന്നത് 6 സെക്കൻഡ്സ് ആണ്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷനായ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം എഴുതി
120/6 എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പവർ 20 വാട്ടാണ്. Question: What happens to the kinetic energy of an object if its velocity is doubled? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി നമ്മൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിക്ക് സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. വി സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിന്റെ ഫോർമുല എന്ന് പറയുന്നത് ½mv² ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഡബിൾ ആയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. അപ്പം ഡബിൾ ദ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2 × v² എന്നാണ്. അതാണ് പുതിയ നമ്മുടെ വെലോസിറ്റി. അപ്പോൾ ഈ പുതിയ വെലോസിറ്റി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ½ m × 2² എന്ന് പറയുന്നത് 4 ആണ് ഇൻറ്റു v². അപ്പോൾ ഇതിൽ നിന്ന് 4നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 4 × ½mv² എന്നാണ്. അതായത് ഒറിജിനൽ കൈനറ്റിക് എനർജിനേക്കാളും 4 മടങ്ങ് ഇരട്ടിയായിരിക്കും നമ്മൾ വെലോസിറ്റി ഡബിൾ ചെയ്താൽ കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. Subscribe to this channel for more videos like this. Question: What is mechanical energy? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിൻ്റെയും കൈനറ്റിക് എനർജിൻ്റെയും ടോട്ടലാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡി ടു മൂവ് എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി തന്നെ 2 ടൈപ്പാണ്, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക്. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചു, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ. അതായത് ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു കോൺഫിഗറേഷനിൽ ആ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ: വാട്ടർ ഇൻ എ ഡാം. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷൻ്റെ എക്സാമ്പിൾ. കംപ്രസ്ഡ് സ്പ്രിങ് എന്ന് പറയുന്നത് എനർജി പൊസസ്ഡ് ബൈ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ്റെ എക്സാമ്പിൾ ആണ് കംപ്രസ്ഡ് സ്പ്രിങ്. ഇനി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന എനർജി. ഓക്കെ, അതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ എക്സാമ്പിളാണ് മൂവിങ് കാർ, സ്പിന്നിങ് ഫാനും അതുപോലുള്ളത്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയും ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. Question: Two objects with masses m and 2m have the same kinetic energy. What is the ratio of their speeds? അപ്പോൾ 2 ഒബ്ജക്ട്സിൻ്റെ മാസ് തന്നിട്ടുണ്ട്, എമ്മും 2m. അവരുടെ 2 പേരുടെയും കൈനറ്റിക് എനർജി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡുകളുടെ റേഷ്യോയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിനെ k എന്ന് എടുത്തു, അവരുടെ സ്പീഡിനെ v1 എന്നും v2 എന്നും എടുത്തു. അപ്പം ആദ്യത്തെ ഒബ്ജക്റ്റ് മാസ് m ഉള്ള ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി k = ½ m × v1². 2m മാസുള്ള ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി ½ × 2m × v2². അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 പേർക്കും സെയിം കൈനറ്റിക് എനർജിയാണ് എന്ന്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ½ m × v1² = ½ × 2m × v2² എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? ½ m ആൻഡ് ഇവിടെ ഒരു ½ m ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? v1² ഇവിടെ 2v2². അപ്പം ഈ v2² ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനാവും. v1/v2² = 2 എന്ന് കിട്ടി. ഈ സ്ക്വയറിന് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ അത് √2 ആയി. അപ്പോൾ നമുക്ക് കിട്ടി 2 പേരുടെയും സ്പീഡിൻ്റെ റേഷ്യോ √2:1 എന്ന്. Question: What is kilowatt hour? What is the significance of this? അപ്പോൾ കിലോവാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ കിലോവാട്ട് അവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജീൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. അതായത് ഒരു കിലോവാട്ട് പവറുള്ള അപ്ലയൻസ് 1 മണിക്കൂർ ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച കൺസ്യൂം ചെയ്ത എമൗണ്ട് ഓഫ് എനർജിയാണ് കിലോവാട്ട് അവർ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ബിൽസുകളെല്ലാം നമ്മൾ ഈ കിലോവാട്ട് പെർ അവർ എന്ന ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ:
A ball of mass 0.5 kilogram is at a certain height above the ground. If the potential energy of the ball is 98 joule, how high will be the ball? G equal to 9.8 meter per second square. അതായത് ഒരു ബോളിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ആ ബോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും തന്നിട്ടുണ്ട് 98 ജൂള്. അപ്പോൾ എത്ര ഹൈറ്റിൽ ആണ് ഈ ഒരു ബോൾ ഉള്ളത്? ജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഗിവൺ വാല്യൂസ് എല്ലാം ആദ്യം എടുത്തെഴുതി. പൊട്ടൻഷ്യൽ എനർജി 98 ജൂളും മാസ് 0.5 kg. നമ്മൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി കണക്കാക്കുന്നത്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് മാസും ഉണ്ട് ജിയും ഉണ്ട്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എച്ച് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എം ജി എന്ന് എഴുതാം. 98 ഡിവൈഡഡ് ബൈ എം ജി എന്ന് പറഞ്ഞാൽ മാസ് 0.5 ഇൻറ്റു ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. അപ്പോൾ 20 മീറ്റർ ഹൈറ്റിലാണ് ബോൾ ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ തന്നെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചു. അതിൽ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റും ആവില്ല, ഡിസ്ട്രോയും ആവില്ല. അതുപോലെ തന്നെ ഒരു എനർജി മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ടാണ് ആവുന്നത്. പിന്നെന്തായിരുന്നു? ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറില്ല. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് താഴത്തേക്ക് വീഴുമ്പോഴേക്കും കൈനറ്റിക് എനർജിയായി. പക്ഷേ ആ ഒബ്ജക്റ്റിലുള്ള ടോട്ടൽ എനർജിക്ക് അവിടെ ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യുന്നതിന് മുൻപ് കൈനറ്റിക് എനർജി എന്തായിരിക്കും ആ ബോളിൻ്റെ? ഇനീഷ്യലി ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു അത് തന്നെയായിരിക്കും ഈ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി 98 ജൂളാണ്. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജിയും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ക്വസ്റ്റ്യൻ: ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് ഡാഷ്. ആൻസർ: എനർജി. Question: the SI unit of both work and energy is the dash. Answer: joule. Question: work is the product of force and dash. Answer: displacement. Question: if the force and displacement are in opposite direction, the work done is dash. Answer: negative. Question: the energy possessed by an object due to its motion is called dash energy. Answer: kinetic energy. Question: the energy possessed by an object due to its position or shape is called dash energy. Answer: potential energy. Question: the formula for kinetic energy is dash. Answer: kinetic energy equal to half mv square. Question: the formula for gravitational potential energy is dash. Answer: mgh. Question: the law states that energy can neither be created nor destroyed is the law of dash of energy. Conservation of energy. Question: the rate of doing work is called dash. Answer: power. Question: work and energy are dash quantities. Answer: scalar quantity. Force and displacement are dash quantities. Answer: vector. Question: 1 horsepower is approximately equal to dash watts. Answer: 746 watts. Question: the work done by force of gravity is negative when an object is moving dash. Answer: upwards. Question: 1 horsepower is equal to dash watts. Answer: 746 watts. Question: if the velocity of an object is doubled, its kinetic energy becomes dash times. Answer: 4. Question: a stretched rubber band stores dash potential energy. Answer: elastic. Question: when a body falls freely, its potential energy is converted into dash energy. Answer: kinetic energy. Question: work and energy are dash quantities, meaning they do not have direction. Answer: scalar. Question: the main source of energy for the earth is the dash. Answer: sun. Question: water stored in a dam possesses dash energy. Answer: potential energy.
Question: if no work is done, it does not necessarily mean that the object has no dash. Answer: energy. Question: 1 watt is equal to 1 dash per second. Answer: joule. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.